എസ്തപാൻ എന്നാ ഞാൻ പോട്ടെ. അല്ല, നിനക്കിപ്പോ പോണോ? നമുക്ക് ഇവിടെ തന്നെ കുളിച്ച് നേരെ ഫാക്ടറിയിലേക്ക് പോവാം. അത് വേണ്ട, ഞാൻ കോട്ടേഴ്സിൽ നേരെ ഓഫീസിലേക്ക് വന്നേക്കാം. ഞാൻ പോണേ. അല്ല, നീ കുറച്ച് എടുത്ത് പോന്നേ. ഞാനിതൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, വൈകിട്ട് നമുക്ക് ഇവിടെ കൂടാം. അതാ നല്ലത്. യെസ് സർ. Any items? ആ ഫോൺ എടുക്കോ. ഹലോ, മീരക്കുഞ്ഞാണോ? ആ, ഞാൻ സാറിനെ വിളിക്കാം. സാറേ, മീരേന്ന് പൂനെന്ന് മീരക്കുഞ്ഞ് വിളിക്കുന്നു. പൂനെന്ന് മീരക്കുഞ്ഞ് വിളിക്കുന്നു. ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഹണ്ടിങ്ങിന് പോയിട്ട് ഇപ്പൊ വന്നതേ ഉള്ളൂ. നിന്റെ ഫേവറേറ്റ് സാധനം കിട്ടിയിട്ടുണ്ട്, മുയല്. അവിടെ ഇരുന്ന് കൊതിച്ചോ. പാഴ്സൽ അയക്കാനോ? ആ, ഫ്രൈ ചെയ്ത് പാഴ്സൽ അയച്ചാലേ അവിടെ എത്തുമ്പോഴേക്കും മുയലിന് കാട്ടുമാക്കാന്റെ ടേസ്റ്റ് ആയിരിക്കും. എക്സാം കഴിഞ്ഞോ? എങ്ങനെയുണ്ട്? രക്ഷപ്പെടോ? നാളെയോ? സർപ്രൈസ്. മോർണിംഗ് ഫ്ലൈറ്റിനോ? ഇസ് ഇറ്റ്? ഐ വിൽ കം ടു ദ എയർപോർട്ട്. ഓക്കെ. ഇതിന് സാൾട്ട് അല്പം കൂടുതലാണല്ലോ. അങ്ങനെ ഒരു വഴിയില്ലല്ലോ. എടാ, നീ എല്ലാം കൂടി എന്റെ സാറിന് കിഡ്നി ട്രബിളും ഡയബറ്റീസും ഒക്കെ വരുത്തി വെച്ച് ഷെഡിക്കേറ്റ് ഇരുത്താനുള്ള പരിപാടിയാണോടാ? പോ. സാർ, ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ആ, സിറ്റ് ഡൗൺ സർ. എന്താണോ ഇതൊക്കെ? ഇടിയപ്പം, പട്ടാണിക്കറി, ഇഡ്ഡലി, ചമ്മന്തി, അപ്പം, എഗ് കറി, ഗ്രീൻ പീസ് മസാല, ബ്രെഡ് ബട്ടർ ജാം, ബുൾസൈ, ഗീ, ഗ്രേപ്സ്, ഫ്രൂട്ട്സ്, കാഫ, ഫലം. ഈ ഐറ്റംസ് ഒന്നും പോരെങ്കിൽ ഇനി പുട്ട്കടല ഐറ്റംസ് ഉണ്ട്. അതെയോ? ഒരു മനുഷ്യന് കഴിക്കാനുള്ള ഭക്ഷണമാണോ ഇത്? തന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ബ്രേക്ക്ഫാസ്റ്റിന് ഇത്രയും ഐറ്റംസ് ഒന്നും വേണ്ടെന്ന്? സാർ, ഇത്രയും ജോലിക്കാരിവിടെ ഉള്ളപ്പോ അവരെ കൊണ്ട് എന്തെങ്കിലും പണി കഴിക്കണ്ടെന്ന് കരുതാവൂ അല്ലേ? അത് മാത്രമല്ല സാർ, ഇത്രയും വലിയ ബംഗ്ലാവിൽ ഇത്രയും ഐറ്റംസ് ഇല്ലെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസിന് മോശമാകുമല്ലോ എന്ന് കരുതിയ. തന്റെ ഒരു സ്റ്റാറ്റസും ഐറ്റംസും. മദ്രാസിൽ ഏതോ ഹോട്ടലിൽ സപ്ലർ ആയിട്ട് വന്ന തന്നെയൊക്കെ പിടിച്ച് വീട്ടിൽ നിർത്തി എന്നെ വേണം തൊഴിക്കാൻ. യെസ് സർ. നോക്കി നിൽക്കാൻ വല്ലയിടത്ത് വളമ്പോ. ഏത് ഐറ്റം സർ? ഐഡിയ. എനി സൈഡ് ഡിഷ്? ഇവിടെ നാപ്കിൻ ഒന്നുമില്ലോ തുറക്കാൻ? നാപ്കിൻ ഉണ്ട് സാർ. ജെയിംസ്, ലഞ്ചിന് വേണ്ട ഐറ്റംസ്. മനുഷ്യർക്ക് വായിൽ വെച്ച് തിന്നാൻ കൊള്ളാവുന്ന എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി. എനി പ്രാൺ ഐറ്റംസ്? ഈ ഐറ്റംസ് പറഞ്ഞ് വന്നാലുണ്ടല്ലോ തന്നെ ഇടിച്ചു പിഴിഞ്ഞ് തന്റെ പ്രാണൻ ഞാൻ എടുക്കും. ഇവിടെ എന്താണോ എസ്തപ്പാനെ, പുതിയ ഐറ്റംസ് വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ഹോസിന് ഐറ്റംസ് ഒക്കെ തന്ന് പന്നിക്കുട്ടിയൊപ്പം ഇരിക്കുന്നതായിട്ടില്ലേ? രാവിലെ നമുക്ക് ടൂർ വന്നോ? 10 വർഷമായി ഇവിടെ വന്നിട്ട്.
മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ബോംബെയിൽ നിന്ന് വിളിച്ചിരുന്നു. 10th കോൺഫറൻസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ മിസ്റ്റർ മാണിക്യം വന്നിരുന്നു. നാളെ ഓഡിറ്റേഴ്സ് വരുമെന്ന് പറഞ്ഞു. ആ മിസ്റ്റർ അനിൽ, സർ. 7th ജപ്പാനിൽ നിന്ന് ഡെലിഗേറ്റ്സ് വരും. മലബാർ ഹോട്ടലിൽ വിളിച്ചിട്ട് 5 മുറി ബുക്ക് ചെയ്യണം. ശരി സർ. ആ ലാൽ, നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ. എന്താണ് സാർ? ആ, നാളെ മീര വരുന്നുണ്ട്. മോർണിംഗ് ഫ്ലൈറ്റിൽ. അപ്പൊ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തില്ലേ? കോഴ്സൊക്കെ കഴിഞ്ഞു. ഒരു കാര്യമില്ലാത്ത കാര്യമാണെന്നേ. സിനിമാറ്റോഗ്രാഫി പഠിക്കണമെന്ന് അവളുടെ ചെറുപ്പം മുതലേ ഉള്ള ആഗ്രഹമായിരുന്നു. അവളുടെ ആഗ്രഹമല്ലേ നടക്കട്ടെന്ന് ഞാനും വിചാരിച്ചു. പൂനാ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അഡ്മിഷൻ വാങ്ങിച്ചു കൊടുത്തു. അല്ലാതെ സിനിമാറ്റോഗ്രാഫി പഠിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടാൻ? നീ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യും. അവള് ക്യാമറ വുമണും നീ ഡയറക്ടറും. അവൾക്ക് പറ്റിയ ഡയറക്ടറൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ടാ. അമേരിക്കയിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഫൈനൽ ഇയർ, പേര് ഹരിദാസ്. 1 വർഷം കൂടെ കഴിഞ്ഞാൽ കക്ഷി ഇവിടെ പറന്നെത്തും. എന്നിട്ട് വേണം എനിക്ക് അവളെ പിടിച്ച് അവനെ ഏൽപ്പിക്കാൻ. പിന്നെ അവർ തമ്മിൽ ആയിക്കോട്ടെ അഭിനയമോ ക്യാമറയോ പ്രൊഡക്ഷനോ. അത് കൊള്ളാം. കഴിയുന്നുമ്പേ ആരുടെയെങ്കിലും കൂടെ പറഞ്ഞു വിടുന്നതാ നല്ലത്. നീ എക്സാം ഒക്കെ നന്നായിട്ട് എഴുതിയിട്ടുണ്ടോ? നന്നായി എഴുതിയിട്ടുണ്ട്. എത്ര നന്നായിട്ട് എഴുതിയാലും ക്യാമറയുടെ ആംഗിളോ ലെൻസോ വല്ലതൊക്കെ നമുക്ക് തിരിച്ചറിയാവോ? क्या मजाक करते हैं? यहाँ के सिनेमा कैमरा वालों से मैं अच्छी जानती हूँ. അച്ഛാ അച്ഛാ, നിന്നെ ക്യാമറ വുമൺ ആക്കണമെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് പടം പിടിക്കണം. ദേ, അതുപോലെ വേണ്ടി വരുമോ? कैसे हो? क्या है समाचार? अरे ऐसे क्या देख रहे हो? चलो लगेज सब उठाओ. മലയാളം പോലെ ശരിക്ക് പറയാൻ അറിയാൻ പാടില്ലാത്തതിനോടാണ് നീ ഹിന്ദി സംസാരിക്കുന്നത്. എടോ, കാറിന്റെ ഡിക്കിയിലുള്ള ലഗേജ് എല്ലാം എടുത്ത് മുറിയിൽ വെക്കാനാണ് അവള് പറഞ്ഞത്. മനസ്സിലായോ? அப்படியா? சரி, நான் எடுத்து வைக்கிறேன். ഈ ഐറ്റം താൻ കൊണ്ടുവന്നാ മതി.